അടുത്ത അബയോട്ടിക് ഫാക്ടറാണ് ലൈറ്റ്. ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിന് വേണ്ടതാണ് വാട്ടർ. സോ വാട്ടർ എന്താണെന്ന് നോക്കി. വാട്ടർ നമുക്കറിയാം, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ലൈഫ് ഓഫ് ഓർഗാനിസം. എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫിനെയും എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വാട്ടർ. ബിക്കോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലൈഫ് ഫോംസ് ഫോം ചെയ്തത് തന്നെ വാട്ടറിലാണെന്ന്. സോ ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ലൈഫ് ഓൺ എർത്ത് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ. സോ വെള്ളത്തിലാണ് ജീവൻ്റെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് വാട്ടറിലാണ്. അതുപോലെ തന്നെ വാട്ടർ ഇല്ലാണ്ട് ലൈഫ് സസ്റ്റൈനബിൾ അല്ല, അതായത് അൺസസ്റ്റൈനബിൾ വിത്തൗട്ട് വാട്ടർ. സോ വാട്ടർ ഇല്ലാതെ ഒരു ലിവിങ് ഓർഗാനിസത്തിനും നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് വാട്ടർ. ഈ വാട്ടറിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും വേരി ചെയ്തിരിക്കും. അത് സീസൺ വൈസ് നമുക്കറിയാം. സോ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മോഡിഫിക്കേഷൻ അനുസരിച്ച് വാട്ടറിൻ്റെ അവൈലബിലിറ്റി വേരി ചെയ്തിരിക്കും. സോ നമുക്ക് നോക്കുക, എർത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3/4 നോക്കിക്കഴിഞ്ഞാൽ സർഫസും എന്തായിരിക്കും, വാട്ടറാണ്. സോ മെജോറിറ്റി എർത്തിൻ്റെ സർഫസിലും എന്താണ് കാണുന്നത്, 3/4 എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയാണ്. സോ അത് 3/4 പാർട്സ് ഓഫ് ദ എർത്തിലും എന്താണുള്ളത്, വാട്ടറുണ്ട്. കവേർഡ് സർഫസ് ഓഫ് ദ എർത്ത് ബൈ വാട്ടർ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ പ്രോട്ടോപ്ലാസം, സെല്ലുകളിൽ പ്രോട്ടോപ്ലാസത്തിലും 70 to 90% വാട്ടറാണ്. സോ വാട്ടറിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വാട്ടറാണ് എല്ലാ മെറ്റബോളിക് പ്രോസസ്സുകളും നടപ്പിലാക്കാൻ സഹായിക്കുന്നത്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയമാണ് വാട്ടർ. ഇനി ഈ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഡെസേർട്ടിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മരുഭൂമികളിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി വളരെയധികം ലിമിറ്റഡ് ആണ്. ചുരുങ്ങിയ ലെവലിൽ മാത്രമേ അതിൻ്റെ വാട്ടർ അവൈലബിലിറ്റി ഡെസേർട്ടിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓർഗാനിസത്തിന് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ഉണ്ടായിരിക്കും. അവർക്ക് അവൈലബിൾ ആകുന്ന വാട്ടറിനെ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സ്പെഷ്യൽ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഡെസേർട്ടിൽ കാണുന്ന ഓർഗാനിസത്തിന് കാണും. ബിക്കോസ് അവിടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിലിറ്റി ഡെസേർട്ടിലുള്ളൂ. സോ ആ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ വെച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് മാത്രമേ അവിടെ സർവൈവ് ചെയ്യുള്ളൂ. അതുപോലെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ്, ഓരോ പ്ലാന്റിൻ്റെയും പ്രൊഡക്ടിവിറ്റി അത് എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവണമെന്നും തീരുമാനിക്കുന്നത് വാട്ടറാണ്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടിയാണ് വാട്ടർ. സോ വെജിറ്റേഷൻ, പ്ലാന്റ്സിൻ്റെ ഈ വെജിറ്റേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വാട്ടർ. സോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന് എല്ലാ തരത്തിലും സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അബയോട്ടിക് ഫാക്ടറാണ് വാട്ടർ. ഇനി നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം, ഈ അക്വാട്ടിക് ഹാബിറ്ററ്റിൽ, സോ വെള്ളത്തിൽ ജീവിക്കുന്ന ആ ജീവികൾ, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലൈഫ് ഫോംസ് ആയിക്കോട്ടെ, സോ ഈ അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് അവർ വെള്ളത്തിലാണല്ലോ, വാട്ടർ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് സത്യമല്ല. ഈവൻ ദോ അവർ വാട്ടറിലാണ് എന്നില്ല, അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിലും അവർക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഫോർ അക്വാട്ടിക് ഓർഗാനിസം അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാളിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ക്വാളിറ്റി, എത്രത്തോളം നല്ല വാട്ടറാണ് അവർക്ക് ലഭിക്കുന്നത്. ഇൻ ദ ടേംസ് ഓഫ് ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ കോമ്പോസിഷൻ. വാട്ടറിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്, വാട്ടറിൻ്റെ pH എന്താണ്. സോ വാട്ടറിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അഥവാ അതുപോലെ തന്നെ pH ഇതുപോലത്തെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വാട്ടറിലുള്ള ആ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ സോൾട്ട് കോൺസെൻട്രേഷൻ, വെള്ളത്തിൽ തന്നെയുള്ള സോൾട്ട് കോൺസെൻട്രേഷൻ, അതിനെ മെഷർ ചെയ്യുന്നതാണ് സെലിനിറ്റി. സോൾട്ട് കോൺസെൻട്രേഷൻ മെഷേർഡ് ഇൻ സെലിനിറ്റി ഇൻ പാർട്സ് പെർ 1000. ഇൻ പാർട്സ് പെർ 1000 സെലിനിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് PPT, പാർട്സ് പെർ 1000. ഇതാണ് PPT, പാർട്സ് പെർ 1000. സോ സോൾട്ട് കോൺസെൻട്രേഷനെയാണ് പറയുന്നത് സെലിനിറ്റി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻലാൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രഷ് വാട്ടറാണ് ഉദ്ദേശിക്കുന്നത്, ഇൻലാൻഡ് വാട്ടർ. സോ ഇൻലാൻഡ് വാട്ടറിൽ അവിടെ
സോൾട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ppt ആണ്. 5 pptനേക്കാളും കുറവാണ് ഇൻലാൻഡ് വാട്ടറിൽ എന്ത് സോൾട്ട് കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ സീ വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരുപാട് സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്. സോ സീ വാട്ടറിലാണെങ്കിൽ 30 to 35 30 മുതൽ 35 ppt ആണ് അവിടുത്തെ സലിനിറ്റി അഥവാ സോൾട്ട് കോൺസെൻട്രേഷൻ. അതേസമയം ഹൈപ്പർ സലൈൻ അവിടെ ഒരുപാട് കൂടുതൽ. സോ മോർ ദാൻ 100 സോൾട്ട് കോൺസെൻട്രേഷൻ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലാണ്. ഹൈപ്പർ സലൈനിന് മോർ സോൾട്ട് കോൺസെൻട്രേഷൻ. അതെത്രയാ? മോർ ദാൻ 100%. 100%-ത്തേക്കാളും കൂടുതലാണ് അവിടുത്തെ സോൾട്ട് കോൺസെൻട്രേഷൻ. എവിടെ? ഹൈപ്പർ സലൈൻ ലഗൂണുകളാണ്. സോ അക്വാട്ടിക് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്വാളിറ്റിയാണ്, വാട്ടറിൻ്റെ ക്വാളിറ്റി ഇൻ ടേംസ് ഓഫ് വാട്ടറിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, വാട്ടറിൻ്റെ pH, അതുപോലെ തന്നെ സോൾട്ട് കോൺസെൻട്രേഷൻ. ഇതുപോലത്തെ ഈ റേഞ്ചാണ് അവരെ എഫക്റ്റ് ചെയ്യുന്ന അക്വാട്ടിക് ഓർഗാനിസത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ. സോ ഒരു ഫ്രഷ് വാട്ടറിൽ ഉള്ള ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലുള്ള ഒരു അനിമൽസിനെ എടുത്ത് നമ്മൾ മെറൈൻ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മെറൈൻ വാട്ടറിലുള്ളതിനെ ഫ്രഷ് വാട്ടറിലേക്ക് ഇട്ടാലും അവർക്കും അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ എഫക്റ്റ് ചെയ്യുന്നത് ഓസ്മോട്ടിക് കോൺസെൻട്രേഷനാണ്. അതായത് ഓസ്മോട്ടിക് പ്രയോറിറ്റി. അവർക്ക് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഈ സോൾട്ട് കോൺസെൻട്രേഷനിലെത്തുമ്പോൾ അവർ വേരി ചെയ്യും. സോ അവരുടെ ബോഡിയിലുള്ള ഓസ്മോട്ടിക് ബാലൻസും ഓസ്മോട്ടിക് ഫ്ലൂയിഡ് ബാലൻസും ഔട്ട്സൈഡിലുള്ളതും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഒരു മെറൈൻ വാട്ടറിൽ വളരുന്ന ഓർഗാനിസത്തിന് ഫ്രഷ് വാട്ടറിൽ വളരുന്ന ഒരു ഓർഗാനിസത്തിന് മെറൈൻ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ രണ്ടുപേർക്കും അഡാപ്റ്റ് ചെയ്യാനായിട്ട് വൈസ് വേഴ്സ തമ്മിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളതല്ല. അവിടെ എഫക്റ്റ് ചെയ്യുന്നത് ഓസ്മോട്ടിക് കോൺസെൻട്രേഷനാണ്. സോ അക്വാട്ടിക് ഓർഗാനിസത്തിൽ തന്നെ അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. ഇനി പറയുന്ന 2 ടേംസുകളാണ് യൂറി ഹെലൈൻ ആൻഡ് സ്റ്റീനോ ഹെലൈൻ. നമ്മൾ നേരത്തെ ടെമ്പറേച്ചറിൽ പറഞ്ഞ പോലെ തന്നെ യൂറി ഹെലൈൻ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് സലിനിറ്റി. ആ സോൾട്ട് കോൺസെൻട്രേഷൻ വൈഡ് റേഞ്ച് വരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് യൂറി ഹെലൈൻ. ഇതേ സലിനിറ്റി അഥവാ സോൾട്ട് കോൺസെൻട്രേഷൻ വളരെ നേരോ റേഞ്ചിൽ മാത്രമേ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് സ്റ്റീനോ ഹെലൈൻ. സോ യൂറി ഹെലൈൻ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് സലിനിറ്റി അഥവാ സോൾട്ട് കോൺസെൻട്രേഷൻ. സ്റ്റീനോ ഹെലൈൻ എന്ന് പറഞ്ഞാൽ നാരോ റേഞ്ച് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നാരോ റേഞ്ച് സോൾട്ട് കോൺസെൻട്രേഷന് മാത്രം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റീനോ ഹെലൈൻ. സെയിം നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചറിൽ പറഞ്ഞ പോലെ തന്നെ.